ഗുഡ് മോർണിംഗ്. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? ഇന്ന് നാട്ടിൽ ഉത്സവമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ? ഇനിയിപ്പാ ഹായ്, നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ട്രിപ്പോ കാര്യങ്ങളായിട്ടൊന്നുമല്ല. ഇന്ന് എൻ്റെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നാട്ടിൽ ഉത്സവമാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് രാവിലെ എത്തിയത്. അപ്പോൾ നമ്മൾ ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ. ഞാനിപ്പോൾ ഈ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. കാരണം എനിക്കിന്ന് പോകാൻ വേറെ വണ്ടിയില്ല. ഞാൻ എറണാകുളത്ത് ട്രെയിനിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വണ്ടി എടുക്കാൻ പോകാം. നമുക്ക് പുറകിൽ കാണുന്ന ഞങ്ങൾ പണ്ട് പഠിച്ച സ്കൂളാണ് കേട്ടോ. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങാണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച ചെറിയ LP സ്കൂളാണ്. എൻ്റെ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പാടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമൊക്കെ കാണാം. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിളൊക്കെ എടുത്തിട്ട് വൈകിട്ട് സ്ഥിരം 4 മണിക്ക് ശേഷം ഇങ്ങനെ വന്ന് കറങ്ങാറുള്ള സ്ഥലം ഇത്. ഫുള്ളൊരു നാട്ടിൻ പ്രദേശമാണ്. ചിലതിനെ കാട്ടും. അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വരുന്നത് ചേട്ടനും ചേട്ടൻ്റെ വൈഫും പിള്ളേരുമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇതിലധികം വോയിസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു പൂരത്തിൻ്റെ ആ ഒരു വൈബ് എല്ലാവരും കിട്ടിക്കോട്ടെ. എന്നാലും ഒരുപാട് സംസാരിച്ച് നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. ഇതേ നമ്മൾ 2ാമത്തെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ 2 അമ്പലമുണ്ട്. ഒന്ന് ദേവീക്ഷേത്രമുണ്ട്, പിന്നെ ഒന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറി തൊഴുതിട്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മളത് അമ്പലത്തിൽ തൊഴുകൽ കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് വഴിപാടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ഒന്ന് പൂരപ്പറമ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടെ തിരിച്ചെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ടീമായിട്ട് അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മുടെ വേല പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതേ ആന വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ആനയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ബാക്കി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഓരോരുത്തരൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. എന്നിട്ട് വൈകിട്ടാണ് നമ്മൾ വരുന്നത്. വൈകിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് വേഗം പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആനയുടെ തടമ്പ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇപ്പുറത്ത് ആനക്കൊട ഇരിപ്പുണ്ട്. പിന്നെ കഴുത്തിൽ കെട്ടുന്ന മാല, നെറ്റിപ്പട്ടം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുന്ന് കൊണ്ടുവന്ന കാളയുണ്ട്. ഇത് നമ്മളൊരു വഴിപാട് കാള എന്നൊക്കെ പറയാം. അതൊക്കെയാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതുണ്ട്. പിന്നെ വാദ്യോപകരണങ്ങളുണ്ട്, ശിങ്കാരമേളുണ്ട്, പൂക്കാവടിയുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി ഇപ്പോൾ അവർ ആനയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റിപ്പട്ടവും പിന്നെ കാലിലൊരു ചിലങ്ക പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവും ആന നടക്കുമ്പോൾ. മറ്റേ ഈ ചങ്ങലയല്ലാതെ ഒരു സൗണ്ട് ഉണ്ടാവും. എന്തായാലും അതൊക്കെ അവർ വെക്കുന്നുണ്ട്. നെറ്റിപ്പട്ടമുണ്ട്, ആനക്കൂടയുണ്ട്, ആനപ്പുറത്ത് കയറാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ആ കാലിൽ കെട്ടുന്ന സാധനമില്ലേ, അതിനെന്താ പേരെന്ന് അറിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കട്ടെ. എനിക്കറിയത്തില്ല അതെന്താണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയോടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.
അങ്ങനെ ഞാൻ ദേ പൂരപ്പറമ്പിലോട്ട് എത്തി. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ടീമിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത് വെയിൽ കൊള്ളണം, പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ ചെയ്യുന്നത്, പതുക്കെ എത്തത്തുള്ളൂ. ഒരു 7 മണിയൊക്കെ ആവും ഇങ്ങോട്ട് എത്താൻ. ഇതാകുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. കാരണം നമുക്ക് അടുത്ത ദിവസം തിരിച്ചു പോകാനുള്ളതാണ്. അതെന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാം. പണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ തൂങ്ങിയിട്ടാണ് വരിക. എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പെട്ടി ഉണ്ടാവും കയ്യിൽ, പെട്ടിക്കകത്തൊരു കാറും ഉണ്ടാവും. ഒരുപാട് വണ്ടികൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കയ്യിൽ കാശുണ്ട്, മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് പറ്റിയ സാഹചര്യം അല്ലാതെ പോയി. അതുകൊണ്ട് നമ്മളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കുക. ഇവരെ ഞാൻ എവിടെയോ നീ എവിടെയുള്ളടാ? കാട്ടാക്കട എവിടാ? നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? നമ്മൾ പൂരപ്പറമ്പിലെ കാഴ്ചകളെല്ലാം കണ്ട് ഓരോ കുലുക്കി സർബത്തും കുടിച്ച് ബജ്ജിയൊക്കെ കഴിച്ചതേ ഇവിടുന്ന് ഇറങ്ങാൻ പോവാൻ. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു. ഒത്തിരി ഫ്രണ്ട്സിനെ കണ്ടിരുന്നു, എല്ലാവരും സംസാരിച്ചു. പിന്നെ അന്ന് നമ്മളെ 12 ഫാമിലി റിലേറ്റീവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു, ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളും ദേ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയും ഓരോ ടീമുകൾ വരുന്നുണ്ട്. ഇനി പോകുന്ന വഴിക്കൊക്കെ മൊത്തം തിരക്കായിരിക്കും. അമ്പലത്തിൽ മെയിൻ റോട്ടിലേക്ക് അങ്ങ് ഇറങ്ങുന്നിടം ഫുള്ള് ബ്ലോക്കായിരിക്കും. നമുക്ക് പതുക്കെ വണ്ടി എടുത്ത് അങ്ങനെ പോകാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളുടെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്. പിന്നെ ആരും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ.